ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കൻ പാസ്ത റെസിപ്പിയാണ്. ചിക്കൻ പാസ്ത എന്ന് പറയുന്നതിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബെഷ്മൽ സോസ് എന്ന് പറയുന്ന വൈറ്റ് സോസ് ഇല്ലേ, ആ സോസ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിമ്പിൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള വൈറ്റ് സോസ്, അതായത് മൈദയും ബട്ടറും ഒക്കെ വെച്ചിട്ട് ആ വൈറ്റ് സോസ് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു പെർഫെക്റ്റ് വേർഷൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സോസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചിക്കൻ പാസ്ത ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ആ സോസിൻ്റെ കറക്റ്റ് ഒരു പാകം കൂടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മറ്റ് വീഡിയോസ് എല്ലാവരും കാണണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. 45,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെന്താ, നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. കുറേ പേര് റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. കുറേ പേര് സക്സസ് ആയി എന്നുള്ള മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവരുടെ മെസ്സേജിന് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയതായിരിക്കും, ക്ഷമിക്കുക. തുടർന്നും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് ചോദിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് എഴുതി അറിയിക്കാനും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഫുൾ മെത്തേഡും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നില്ലെന്ന്. എനിക്ക് എല്ലാം കൂടെ സമയം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നതെന്ന്. നമുക്കൊരു ചിക്കൻ പാസ്ത ഉണ്ടാക്കാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിലുള്ള മാക്രോണി വേണമെങ്കിലും വാങ്ങിക്കാം. ഞാനിവിടെ ലൂലുവിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് ഇതാ മേടിച്ചിരിക്കണത്. ഇതുപോലത്തെ ഇത് വേവിച്ച് വരുമ്പോൾ നന്നായിട്ട് വലുതാവും. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ബാക്കി വെള്ളം കൊണ്ട് നമുക്ക് ഊറ്റിക്കളയാം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് നല്ലോണം തന്നെ വെള്ളം എടുത്തിട്ട് വേവിച്ചോളൂ. ഞാൻ ഇതിന് 1 കപ്പ് മാക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താണ് വേവിക്കുന്നത്. ബാക്കി വെള്ളം കൊണ്ട് നമുക്ക് ഊറ്റിക്കളയാം. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം, തിളപ്പിക്കാനായിട്ട് വെക്കാം. ചിക്കൻ പാസ്തയിൽ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട കുറച്ച് ചിക്കൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചിക്കൻ എടുക്കുക. ചിക്കൻ്റെ അളവ് ഞാൻ കൂടുതലും കുറച്ചൊന്നും പറയണില്ല. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ 1 ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം. ചിലവർക്ക് ഇഷ്ടമുള്ളത്ര അളവ്, നിങ്ങൾക്ക് ചിക്കൻ അതിൽ എത്രമാത്രം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതനുസരിച്ച് കൂടുകയും കുറയും ചെയ്യും. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ചിക്കന് വേണ്ടത്ര മാത്രം ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചുള്ള അളവിന് എരിവിന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് നേരമൊന്നും വെക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങ് ചെയ്യാത്രേ ഉള്ളൂ. അല്ലാതെ ഇത് പിടിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പാസ്ത കുക്കാവുന്നുണ്ട് അപ്പുറത്ത്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുത്ത് അതൊന്ന് സോട്ട് ചെയ്യുക നന്നായിട്ട്. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് ഗാർലിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്താൽ ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കോ ഉള്ളിയോ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരു പാസ്ത വേറെയാണ്. ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ലുലുക്കാർ സെർവ് ചെയ്യുന്ന ബേക്ക്ഡ് പാസ്ത ഇല്ലേ, സെയിം മെത്തേഡാണ്. അതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല ഞാൻ. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഒറിഗാനോ ഇറ്റാലിയൻ സീസണിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഉപ്പും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം, ഒരു 4-5 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണവരെ ഫ്രൈ ചെയ്തെടുക്കണം.
നമ്മുടെ ചിക്കൻ ഒരുവിധം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനൊരു 4-5 മിനിറ്റ് നേരം ഇതുപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കഷ്ണം ചിക്കൻ എടുത്ത് കടിച്ചു വെക്കുക. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം സ്റ്റവ് ഓഫ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. എൻ്റെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പാസ്തയും നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. കണ്ടോ, വീർത്ത് ഒന്ന് ആ ട്രാൻസ്പെറൻറ്റ് കളർ മാറി കുറച്ച് വൈറ്റിഷ് കളറായിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഒരു കഷ്ണം എടുത്ത് കടിച്ചു വെക്കുക വെന്തിട്ടുണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വേവിക്കാം. ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഊറ്റിക്കളയേണ്ടി വരില്ലേ എന്ന് ഓർത്തിട്ടാണ് ഉപ്പിൻ്റെ കാര്യം പറയാഞ്ഞത്. കുറച്ച് 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പാസ്തയും പാകമാവും. ഒന്ന് അടച്ച് വെക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഊറ്റിക്കളയാനുള്ള വെള്ളമൊന്നും ഇല്ല. ഈ പാസ്ത ഒരല്പം ഉപ്പ് കൂടെ ചേർത്തൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഈ സാഹചര്യത്തിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിലിപ്പോൾ കളയാനുള്ള വെള്ളമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. നമ്മുടെ ബാക്കി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതും പാകമായിക്കോളും. അതുവരെ ഇതൊന്ന് അടച്ച് വെക്കുക. ഞാൻ ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഞാൻ അതിനായിട്ട് ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടാവട്ടെ. നമ്മുടെ ബട്ടർ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇത് ബെഷമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു മിനിറ്റ് നേരം ഇതൊന്ന് വഴച്ചെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 കപ്പ് ഫുൾ ക്രീം മിൽക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പ്രോസസ്സ് നിങ്ങളൊരു വിസ്ക് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ്. നമ്മൾ മിക്സ്ചർ തിക്കായി തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. മീഡിയം ഫ്ലെയിമെങ്കിലും ആക്കി വെക്കണം. ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ മൈദയ്ക്ക് ഞാൻ 2 കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി കിട്ടണം വരെ. നിങ്ങളുടെ ക്രീമിൻ്റെ തിക്നെസ് എത്ര വേണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ മിൽക്ക് ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഈ പാസ്തയുടെ അളവനുസരിച്ച് ഒരു മീഡിയം തിക്നെസ്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഹെവി ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൽക്കാലം ഹെവി ക്രീമൊന്നും ഇല്ലാതെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. എന്തായാലും ഇത് ഇളക്കുന്നത് നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വിസ്കിന് പകരം നിങ്ങൾ വേറെ വല്ല തവി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കട്ട പിടിച്ച് പോകും അവിടെ ഇവിടെയായിട്ട്. അതുകൊണ്ടാണ് ഒരു വിസ്ക് വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. 4-5 മിനിറ്റ് സമയം എടുക്കും ഈ പണി ചെയ്യാനായിട്ട്. നമ്മുടെ ക്രീം നല്ല തിക്നെസ്സായി വരുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ സോസ് കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കുകയെന്നറിയോ. നമ്മളൊരു സ്പൂൺ ഇങ്ങനെ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പം ആ വരഞ്ഞ ഭാഗം ക്ലിയർ ആയിട്ട് വരണം. എൻ്റെ കയ്യിൽ ചൂടുള്ള കാരണം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ കണ്ടോ, ആ ഭാഗം ക്ലിയറായി നിൽക്കുന്നത്. അത് റണ്ണിങ് ആവാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സോസ് ഒഴുകി നടക്കാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് സോസിൻ്റെ കറക്റ്റ് പാകം. ഇതിലേക്ക് ഈ വൈറ്റ് സോസിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാസ്ത ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, താല്പര്യമില്ലാത്തവർക്ക് ചെയ്യണ്ട. കുക്കിംഗ് ക്രീമോ പാസ്ത ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതും ഈ വൈറ്റ് സോസിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം കൂടെ പെപ്പർ ചേർത്ത് കൊടുക്കുക. കാരണം ഇതിന് എരിവിന് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. 2 പിഞ്ച് നട്ട്മെഗ് പൗഡർ ചേർത്ത് കൊടുക്കുക.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പിൻ്റെ അളവ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാസ്തയിലെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനിവിടെ ഒരു അല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓർഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് എന്താണോ താല്പര്യം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതാണെങ്കിൽ ക്രീമി വൈറ്റ് പാസ്തയായിട്ട് മാത്രം സെർവ് ചെയ്യാം. അല്ല, ബേക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ മെത്തേഡ് ഞാനിപ്പോൾ കാണിക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ബേക്കിംഗ് ട്രേ എടുക്കാം. ഒന്നുകിൽ സ്റ്റീലിൻ്റെ എടുക്കാം, ഗ്ലാസിൻ്റെ എടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ ട്രേയും നമുക്ക് ഇതിലും യൂസ് ചെയ്യാം. നമ്മുടെ പാസ്ത ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞങ്ങൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ 2-3 ലെയറായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു ലെയർ പാസ്ത ഇട്ടിട്ട് പിന്നെ മുകളിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യണം. വീണ്ടും പാസ്ത. ഇവിടെ ഞാനൊരു തിക്ക് ലെയർ എന്തായാലും ചെയ്യുന്നില്ല, വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ് ഫോം ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ വേണ്ടൂ, മോള് പോലും ഇതൊന്നും കഴിക്കില്ല. ഇതിലേക്ക് മോസറല്ല ചീസ് ചീകി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ മോസറല്ല ചീസ് ഇങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ സംഭവം സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാം. പക്ഷേ ബേക്കായി കിട്ടില്ല, കുക്കായി മാത്രമേ കിട്ടുള്ളൂ, മെൽട്ടാവുള്ളൂ ചീസ്. മുകളിൽ നിന്ന് ബേക്കായ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരില്ല. ഞാൻ നല്ല തിക്ക് ലെയർ മോസറല്ല ചീസ് മുകളിൽ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചെയ്യാം കേട്ടോ. ചീസിൻ്റെ അളവ് ഇഷ്ടം കുറവാണെങ്കിൽ, ചീസിനോടുള്ള താല്പര്യം കുറവുള്ള ആൾക്കാർ കുറച്ചിട്ടാൽ മതി. എനിക്കിത് നല്ലോണം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവൻ്റെ അകത്ത് വെച്ചിട്ട്, ഞാൻ OTGയുടെ കണക്കാണ് പറയണേ, എനിക്ക് മൈക്രോവേവിൻ്റെ അളവ് വലിയ കാര്യമായിട്ട് ഐഡിയ ഇല്ല. ഓവൻ ടോസ്റ്റ് ഗ്രില്ലറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുത്ത പാസ്തയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ബ്രൗൺ ആക്കാം. ഞാൻ ഇതെത്ര എടുക്കുള്ളൂ. ഇനി ഇതൊന്ന് ആറിയ ശേഷം ഒരു ലൈറ്റ് ഹോട്ടെങ്കിലും കുറച്ച്, ഇപ്പോൾ അത് ഓവനിൽ എടുത്തതേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.